പോകുന്നത് ബംഗാളിലേക്കാണ്. ബംഗാളിലെ ബി.ജെ.പി. നേതാവ് സുവന്തു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വെടിവെച്ചു കൊന്നു. പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റായിയാണ് കൊന്നത്. പശ്ചിമ ബംഗാളിലെ ബി.ജെ.പിയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിൽ ആക്രമണം തുടരുകയാണ്. പാർവതി സത്യദേവൻ ചേരുന്നുണ്ട്. കൂടുതൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലേക്ക് ഏറാനുള്ള ചർച്ചകളൊക്കെ ഇന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. പാർവതി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പാർവതി, ബി.ജെ.പി. അധികാരത്തിലേറാനുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. 9-ാം തീയതി അധികാരത്തിലേറുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം മമത പറയുന്നത് താൻ ഒഴിയില്ല, തന്നെ അധികാരത്തിലെത്തിയ ശേഷം അവർ പുറത്താക്കട്ടെ എന്നാണ് മമത പറയുന്നത്. എന്താണ് ഇപ്പോൾ ബംഗാളിലെ സാഹചര്യം? അനുശ്രീ, ബംഗാളിൽ വ്യാപക അക്രമമാണ് തുടരുന്നത്. ബി.ജെ.പി. നേതാവും ബംഗാളിലെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുമുള്ള സുവേന്ദു അധികാരിയുടെ PA കഴിഞ്ഞ രാത്രി അക്രമികൾ വെടിവെച്ചു കൊന്നു. ബൈക്കിലെത്തിയ 2 പേരാണ് സുവേന്ദു അധികാരിയുടെ PAക്ക് നേരെ വെടിയുതിർത്തത്. ചന്ദ്രനാഥ് റായിയാണ് കൊല്ലപ്പെട്ടത്. 2018 മുതൽ ഇദ്ദേഹം സുവേന്ദു അധികാരിക്കൊപ്പമുണ്ട്. സുവേന്ദു അധികാരി ബി.ജെ.പിയിൽ എത്തിയ ശേഷമാണ് ഇയാൾ PA ആയത്. നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു കൊല്ലപ്പെട്ട ചന്ദ്രനാഥ് റായി. സുവേന്ദു അധികാരിയുടെ ഓഫീസാണ് ചന്ദ്രനാഥ് റായി കൈകാര്യം ചെയ്തിരുന്നത്. ബൈക്കിലെത്തിയ സംഘം മദ്യം ഗ്രാമിൽ വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ചന്ദ്രനാഥിനൊപ്പം ഉണ്ടായിരുന്ന ബുദ്ധദേവ് എന്നയാൾക്കും വെടിയേറ്റു. ഇദ്ദേഹം ചികിത്സയിലാണ്. അസാധാരണമായ സാഹചര്യമാണ് ബംഗാളിൽ നടക്കുന്നത്. കൊലപാതകത്തിന് പിന്നിൽ തൃണമൂലാണെന്നാണ് ആരോപണം, ബി.ജെ.പിയുടെ ആരോപണം. എന്നാൽ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് തൃണമൂൽ ആവർത്തിക്കുന്നു. കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് ബി.ജെ.പിയും ആവശ്യപ്പെടുന്നുണ്ട്. ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് സുവേന്ദു അധികാരി പ്രതികരിച്ചു. വൻ ഭൂരിപക്ഷം നേടി ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായിരുന്ന സാഹചര്യത്തിൽ മുതൽ വ്യാപക അക്രമമാണ് ബംഗാളിൽ അരങ്ങേറിയത്. ബൈക്കിലെത്തിയ ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം നിൽക്കുകയായിരുന്ന ചന്ദ്രനാഥ് റായിനെ ബൈക്കിലെത്തിയ ആക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ രൂക്ഷമായ അക്രമമാണ് ബംഗാളിൽ അരങ്ങേറുന്നത്. ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗവും ഇന്ന് ബംഗാളിൽ ചേരുന്നുണ്ട്. അതിന് തൊട്ട് തലേദിവസമാണ് ഈ കൊലപാതകം എന്നതും ശ്രദ്ധേയമാണ്. കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് വൈകിട്ടാണ് യോഗം നടക്കുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തന്നെ ബംഗാളിൽ മുഖ്യമന്ത്രി ആകുമെന്നാണ് വിവരം. അനുശ്രീ. ശരി, പാർവതി സത്യദേവനാണ് കൂടുതൽ വിവരങ്ങൾ.